ഓക്കെ. അപ്പം നമ്മൾ അതിനെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്പി വയ്ക്കാം. ഒരു 5-10 മിനിറ്റ് നല്ലോണം ഒന്ന് തിരുമ്പി അതിന് ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കേ. എന്നാലും അതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിക്കുള്ളൂ. അല്ലെങ്കിൽ കറി വെച്ച് കഴിഞ്ഞാൽ ചിക്കന് ഒരു വെള്ള കളർ പോലെ വരും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മസാലയൊക്കെ തേച്ച് വെക്കാം. ഇപ്പം മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള സബോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ നന്നാക്കി വെക്കാം. അപ്പോൾ സബോളയൊക്കെ നന്നായിട്ട് കനം കുറച്ച് അരിയണേ. അപ്പം നല്ലോണം വഴറ്റിയെടുക്കുമ്പോൾ വഴറ്റി വരണമെങ്കിൽ നന്നായിട്ട് കനം കുറഞ്ഞ് അരിയണം. സബോള മാത്രമല്ല, തക്കാളി നന്നായിട്ട് കനം കുറച്ച് അരിയണം. അല്ലെങ്കിൽ നമുക്ക് കുറേ ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം തീയിൽ. ഇതാണെങ്കിൽ പെട്ടെന്ന് വഴറ്റി കിട്ടിക്കോളും. ഇപ്പം തക്കാളിനെ വേറൊരാൾ വന്നിട്ടുണ്ട് കേട്ടോ. അയാളൊരു തക്കാളിയും കൊണ്ടിരിക്കണേ. അപ്പോൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവ ചതക്കല്ലിൽ വെച്ചിട്ട് നല്ലോണം ചതച്ചെടുക്കണം. പേസ്റ്റ് രൂപത്തിലാക്കണില്ല, പകരം അതിനെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാൻ മാത്രമേ ചെയ്യണുള്ളൂ. അത് നന്നായി ചതച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഗരം മസാലയുടെ കൂട്ട് തയ്യാറാക്കാം. പൊടിയല്ല, അപ്പോൾ അതിന് പകരം ചതച്ചിട്ട് ഇടിക്കണം. അതിൽ കറുവപ്പട്ട, കരയാമ്പൂ, ഗ്രാമ്പൂ, അതുപോലെ തന്നെ ഏലക്കായ, പെരിഞ്ചീരകം, കുരുമുളക് ഇതൊക്കെ കൂടി നന്നായിട്ട് ഭയങ്കര പൊടി രൂപത്തിലല്ല, എന്നാലും ചതച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. പൊടിയാക്കൂല ഇവിടെ, ഇമാതിരി രൂപത്തിലാക്കിയെടുക്കും മസാലപ്പൊടി. അപ്പോൾ അതിനെ നമുക്ക് ചട്ടി വെച്ച് അതിന് ശേഷം ചതച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില പൊടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ ഇഞ്ചിയുടെ വെളുത്തുള്ളിക്ക് ഒരു പച്ചമുളക് പോണ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി പുറത്തെടുത്ത് വീട്ടിട്ടുണ്ടെന്ന് വെക്കുന്നത് വെക്കുമ്പോൾ ഗ്യാസ് വെച്ചിട്ട് കാര്യങ്ങൾ തിരി തന്നെ വെക്കേണ്ട വെക്കണം. അപ്പോൾ അതിന് നിൽക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് നേരം വെച്ചിട്ട് സബോള കൂടി അതിട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. സബോള നല്ലോണം വഴറ്റി വന്നിട്ടെടുക്കാം. ഇനി അതിലേക്ക് സബോള നമ്മൾ വഴറ്റി വന്നതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചിട്ടാൽ മതി, കാരണം ചിക്കനിൽ മസാല തേച്ചപ്പോൾ നമ്മൾ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ഇട്ടാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മസാലപ്പൊടിയൊക്കെ ഇടുമ്പോൾ തീ വളരെ കുറവ് മതി, അല്ലെങ്കിൽ പെട്ടെന്ന് അടിപിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തീ നല്ലോണം കുറച്ചിട്ട് വേണം പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അതിന് ശേഷം കുറച്ച് മുളക് പൊടി, പിന്നെ ചിക്കൻ മസാലയുടെ പൊടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മസാലപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിനൊന്ന് മിക്സ് ആവണ വരെ നന്നായിട്ടൊന്ന് ഇളക്കാം കേട്ടോ. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് സബോളയിൽ വഴറ്റി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിങ്ങനെ തക്കാളി ഇതൊക്കെ ഇടയിൽ നല്ലോണം വഴറ്റിയെടുക്കാം. തക്കാളി വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് പാകത്തിന് മതി, കാരണം ചിക്കനിൽ നമുക്കൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മാത്രം ഇതിലിട്ടിട്ട് പോരെങ്കിൽ ചിക്കനിൽ അത് തേച്ച് വെച്ചപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് മസാലപ്പൊടിയെല്ലാം ചേർത്ത് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് തക്കാളി, സബോളയും പച്ചമുളകും എല്ലാം ഇഞ്ചി, വെളുത്തുള്ളി, മസാലപ്പൊടിയൊക്കെ വഴറ്റി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്തിട്ട് ആ ചിക്കൻ്റെ കഷ്ണങ്ങൾ വഴറ്റി കൊടുക്കാം. ഇതൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ തീ കുറച്ച് കൂട്ടിയിടാം കേട്ടോ, കാരണം ഇത് നന്നായിട്ടൊന്ന് തള വരണ വരെ നമ്മൾ തീ കൂട്ടി തന്നെ ഇടണം. അപ്പോൾ ഒരു തള വന്നിട്ടുണ്ട്. തള വന്നതിന് ശേഷം ചിക്കനെ നമ്മൾ മൂടി വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലോണം ഒന്ന് മസാലയൊക്കെ നല്ലോണം വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം.
മൂടി വെക്കണവരെ തീ ഉണ്ടെങ്കിൽ മൂടി വെച്ചതിന് ശേഷം തീ കുറവേ പാടുള്ളൂ. കാരണം ഒരു 10 മിനിറ്റ് നമ്മൾ അനക്കാണ്ട് വെക്കുമ്പോൾ ഇളക്കി കൊടുക്കണില്ലല്ലോ, അപ്പോൾ ചപ്പാത്തി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീ കുറച്ച് വെക്കാം. മൂടി എടുത്തതിന് ശേഷം നമ്മൾ തീ കൂട്ടിയിട്ട് വെക്കാം. അപ്പോൾ നല്ലോണം വെള്ളം ഊർന്ന് വരുന്ന വരെ നല്ലോണം തീയിട്ട് വെക്കണം. അപ്പോൾ ചിക്കൻ്റെ ഈ രൂപത്തിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി വെള്ളം നമുക്ക് ഒന്ന് വറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ ഒന്നും കൂടി വറ്റിച്ചെടുത്ത് എന്നാലേ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അധികം വെള്ളമായാലും നമുക്ക് വലിയ ഇഷ്ടമാവില്ല. അപ്പോൾ നമുക്കൊന്ന് മൂടി വെച്ച് ഒന്നും കൂടെ വറ്റിച്ചെടുക്കാം. കണ്ടോ, വെള്ളമൊക്കെ ഇത്തിരി കൂടുതലുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ. അത് മൂടി വെച്ചാലേ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുള്ളൂ. തുറന്ന് വെച്ചാൽ വെള്ളം വറ്റാൻ ഇത്തിരി പണിയാണ്. നല്ലോണം നമ്മൾ തീ കത്തിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഒന്ന് മൂടി വെക്കാം. അപ്പോൾ മൂടി വെച്ചതിന് ശേഷം ഈ രൂപത്തിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് നല്ലോണം കുറുകി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയില അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. മല്ലിയില ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളധികം പിന്നെയിട്ട് തീയിട്ട് കത്തിച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. മല്ലിയിലിട്ട് നല്ലോണം ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കറി നമുക്ക് അടുപ്പൊന്ന് വാങ്ങി വെക്കാം. ചിക്കൻ കറി നല്ല പാകമായി വന്നിട്ടുണ്ട് കറി. അപ്പോൾ നമ്മുടെ നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കിയത് കാരണം ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സ്റ്റൗവിൽ വെച്ച് ഉണ്ടാക്കണതിനേക്കാൾ ഇരട്ടി ടേസ്റ്റ് നമുക്ക് അടുപ്പിലിട്ട് കത്തിച്ച് ഉണ്ടാക്കുന്ന കറികൾക്ക്. ചിക്കൻ കറി നല്ല ഏത് കറിക്കും ഉണ്ടാകും. എന്തായാലും ഉച്ചക്കലത്ത് വേണമെങ്കിൽ ചിക്കൻ കറി നല്ല ചിക്കൻ കാലും ഒക്കെ വറുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് സ്കൂളിൽ നിന്ന് വന്നിട്ട് ഒന്ന് കൊടുക്കാം.